തിരുവനന്തപുരം കരമന കൊലപാതകത്തിൽ പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതം. പ്രതികളെത്തിയ കാർ കേന്ദ്രീകരിച്ച അന്വേഷണം. ഒരാൾ കസ്റ്റഡിയിൽ. അരുംകൊലയ്ക്ക് പിന്നിൽ കരമന അനന്തു കൊലക്കേസിലെ പ്രതികളെന്ന് DCP. സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർന്നെന്ന് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് മെയ് 15 വരെ മഴ മുന്നറിയിപ്പ്. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പത്തനംതിട്ടയിൽ വേനൽ മഴ ശക്തമാകും. മലപ്പുറം നിലമ്പൂരിൽ 53കാരന് സൂര്യാഘാതമേറ്റു. തൃപ്പൂണിത്തുറയിൽ കിടപ്പ് രോഗിയായ പിതാവിനെ വാടക വീട്ടിൽ ഉപേക്ഷിച്ച് മകൻ കടന്നു. 70കാരൻ ഷൺമുഖൻ പട്ടിണി കിടന്നത് 2 ദിവസം. കൗൺസിലറുടെ പരാതിയിൽ മകൻ അജിത്തിനെതിരെ കേസെടുത്ത് പോലീസ്. റിപ്പോർട്ട് തേടി ജില്ലാ കളക്ടർ. മുഖ്യമന്ത്രി വിദേശത്ത് പോയത് രാജ്ഭവനെ അറിയിച്ചില്ലെന്ന് ഗവർണർ. വിവരം അറിയിച്ചതിന് മാധ്യമങ്ങൾക്ക് നന്ദി. മുൻപ് നടത്തിയ വിദേശയാത്രകളും അറിയിച്ചിട്ടില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതിൽ വിവാദം പുകയുന്നു. രക്തസാക്ഷികളുടെ ആത്മാക്കളെ വേദനിപ്പിച്ചതിന് മാപ്പില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. പങ്കെടുത്തവരെ തള്ളിപ്പറയുന്നുവെന്നും ഫേസ്ബുക്ക് പോസ്റ്റ്. IPL ഇന്ന് മുംബൈ കൊൽക്കത്ത പോരാട്ടം. മത്സരം രാത്രി 7:30 ഈഡൻ ഗാർഡൻസിൽ. പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനം നിലനിർത്താൻ കൊൽക്കത്ത.